ഹായ് ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്സായും കഴിക്കാൻ പറ്റുന്ന സാബുദാന കിച്ചടി ഉണ്ടാക്കാം ഇന്ന്. ഈ ഒരളവിൽ സാബുദാന എടുത്തിട്ടുണ്ട്. സാബുദാന ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ സ്റ്റാർച്ചൊന്ന് കുറയാൻ വേണ്ടിയാണ് ഇത് കഴുകിയെടുക്കുന്നത്. സാബുദാന ഉണ്ടാക്കുന്നത് കപ്പയെന്നാണ് എല്ലാവർക്കും അറിയാമല്ലോ. കപ്പേൻ്റെ സ്റ്റാർച്ചൊന്ന് ഉണ്ടാക്കുന്നതാണ് സാബുദാന. അതുകൊണ്ട് തന്നെ ഇത് നല്ല കൊഴുപ്പായിരിക്കും ഇതിന്. ഇതിൻ്റെ സ്റ്റാർച്ച് കുറച്ചൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ഇത് കഴുകിയെടുക്കുന്നത്. ഇതേപോലെ ഒരു 2 പ്രാവശ്യം കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർച്ച് കുറച്ചൊന്ന് കുറയും. ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ മണികളായിട്ടുള്ള സാബുദാനയാണ്. കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി നല്ലത് മീഡിയം സൈസ് പേൾസ് ആയിരിക്കും. ഇത് 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എത്രയാണോ സാബുദാന എടുത്തത് അത്ര തന്നെ വെള്ളം ഒഴിച്ച് ഇത് 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. 6 മണിക്കൂർ പറ്റിയില്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ വെള്ളം മൊത്തം അബ്സോർബ് ആയിട്ടുണ്ട്. ഇതുപോലെ മണിമണികളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. ഇനി കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ടിന് പകരം കപ്പലണ്ടി ആയാലും മതി. ഈ ക്രഷ് ചെയ്ത കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും കൂടി എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് ചൂടാക്കി 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം പൊട്ടി വന്നതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച 1 ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതാണിത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഹൈയിലാക്കി വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇതൊന്നുകൂടി വഴറ്റിയെടുക്കണം. കളറൊന്നും ചേഞ്ച് ആകണ്ട, ഇതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പകുതി ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം മാറ്റി വെച്ച സാബുദാനയും കൂടി ഇട്ട് കൊടുക്കാം. മുഴുവനായും ഇട്ട് ഇത് സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്യണം. ഇത് സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായി വരും. ഇത് കുക്കാകാൻ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. സാബുദാന കിച്ചടി സാധാരണ ഉണ്ടാക്കുന്നത് നോർത്ത് സൈഡിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തും പൂജാ സമയങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായി ഉണ്ടാക്കുന്നത്. ഇതിപ്പം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒന്നുകൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം 2 to 3 മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പം 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാബുദാന കിച്ചടി റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.